നിന്റെ ഈ പൊങ്ങച്ചൻ കാരണം നമ്മൾ കുത്തുപാള എടുത്തിരിക്കുക. ഞാൻ കാരണം അല്ലേ? നീയും നിന്റെ വീട്ടുകാരും കാരണം. നിന്റെ അനിയത്തെ കെട്ടിക്കണമെന്ന് പറഞ്ഞ് നിന്റെ അച്ഛൻ ഇവിടെ വന്ന് കരഞ്ഞ നിനക്ക് ഓർമ്മയുണ്ടോ? നിന്റെ വാക്കും കേട്ട ഈ വീടിന്റെ ആധാരം ഞാൻ എടുത്തു കൊടുത്തത്. ആ ലോണിന്റെ പേരിൽ ബാങ്കിൽ നിന്ന് 3ാമത്തെ ജപ്തി നോട്ടീസ് അപ്പൊ വന്നിരിക്കുന്നത്. വീട് ബാങ്കുകാർ കൊണ്ടുപോകും, പിന്നെ പലയിടത്ത് പോയി വാടകയ്ക്ക് താമസിക്കേണ്ടി വരും. വാടക വീട്ടിലേക്ക് ഞാൻ വരത്തില്ല. പിന്നെ എവിടെ പോകും? നിന്റെ വീട്ടുകാർ വാടകയല്ലേ താമസിക്കുന്നത്. പിന്നെ നിന്റെ ആങ്ങളയ്ക്ക് ഒരു ദിവസത്തേക്ക് പറഞ്ഞ ഓഫീസ് തിരിമറി ചെയ്ത് കൊടുത്ത ക്യാഷാ. ഇപ്പൊ 3 ആഴ്ചയായി ക്യാഷും ഇല്ല, അവനെ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. നാളെ കഴിഞ്ഞ് ഓഡിറ്റേഴ്സ് വരുന്നുണ്ടെന്നൊരു ഹിന്റ് കിട്ടിയിട്ടുണ്ട്. നാളെ തന്നെ പണം തിരിച്ചേൽപ്പിച്ചില്ലെങ്കിൽ പണിയും പോവും, മാനവും പോവും, പിന്നെ അഴി എണ്ണേണ്ട വരും. മനുഷ്യരുടെ നിക്കക്കളിയിലാണ്ട് നിൽക്കുമ്പോഴാ അവളൊരു മിഠായി കാര്യം പറഞ്ഞു എന്റെ ഏട്ടന്റെ നെഞ്ചത്തോട്ട്. കൊച്ചി നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നല്ല വൃത്തിയുള്ള മുട്ടായി അവളെ. ആരാണ് തന്റെ മോള്? മനുഷ്യൻ ഇവിടെ പ്രാന്ത് എടുത്ത് നിൽക്കുമ്പോഴാ. മേലാൽ ഇതുപോലുള്ള തോന്നിയാസം കാണിച്ച കൊന്നുകളയും ഞാൻ. എന്നാടാ നീ ആ കൊച്ചിനെ വഴക്ക് പറഞ്ഞു തല്ലിയത്? അത് പൊന്നുകൊണ്ട് മുമ്പ് ചോദിച്ചു. അവിടെ കെട്ടി വേണ്ടാത്തല്ല നാണമുണ്ടോ നമുക്ക്? അതെ, നിന്റെ കുടുംബം സന്തോഷമായിട്ട് കഴിഞ്ഞാൽ മതി. അതിന് ഞാനിവിടെ വരുന്നതിന് വല്ല പ്രശ്നമുണ്ടെങ്കിൽ ഞാനിങ്ങ് വരുന്നില്ല. ഇനി എന്റെ പേരും പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും ഇവിടെ കൊണ്ട് വഴക്കുണ്ടാക്കണ്ട. മനസ്സിലായില്ലേ? നീ ആ കൊച്ചിൽ ചെന്ന് സമ്മാനിപ്പിച്ച് എനിക്കല്ല, ഞാൻ പോവാ. കരയല്ലേ? മോള് കഴിഞ്ഞ പപ്പന് വിഷമോ? എന്റെ മോളെ കാണാതിരിക്കാൻ പപ്പന് പറ്റൂ? മോളെ കാണാൻ പപ്പം വരും. ഛർദ്ദിക്കാൻ മേലാളനും അത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ കുറെ കഴുതകളും. വലിയവനും ചെറിയവനും എന്നുള്ളതൊക്കെ എല്ലാ കാലത്തും ഉണ്ടാവും. അത് മാറും എന്നുള്ളതൊക്കെ വെറും മിഥ്യാധാരണ. കേടുന്ന പറ്റി തുറന്നു പൊട്ടിക്കലാണച്ചാ. ഞാൻ പറയാം, എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോണം. ഏളൂരി തല പൊക്കിയല അപ്പൻ ആരാന്നവന് മനസ്സിലായി കൊടുത്തിട്ടുണ്ട്. ഈ പാകന് ഇതെന്തൊക്കെയാ ചെയ്തു വെച്ചിരിക്കുന്നത്? കർത്താവേ, നീ അങ്ങനെ എന്നാ ചെയ്തേ? പോയി നോക്കടാ, വലിയ അങ്ങാതിമാരല്ലേ. എങ്ങാണ്ട് കിടക്കുന്ന വയ്യാവേലി കോണി വെച്ച് പിടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? വയ്യാവേലി വയ്യാവേലി എന്ത് വർത്താനാണ് പറഞ്ഞേ? നീയൊക്കെ അവിടെ കണ്ടാ മുഴുവൻ അപ്പനൊരിക്കലും പേടിയില്ല. കയറി പിടിച്ചവരോടൊന്നും പറഞ്ഞൊരു കാര്യമില്ല. മുതലും പലിശ തീർത്തു കൊടുത്തിട്ടായി കെട്ടടിക്കുള്ള നന്നാ ഞാൻ പറഞ്ഞതാ. രണ്ടും തീർത്തിയ അയച്ചു. എല്ലാരും കണ്ടല്ലോ? കണ്ടു. കേളു ഇനിയിവിടെ എന്തൊക്കെ സംഭവിക്കാവോ? ഇതിന്റെ പേരിൽ പുതിയൊരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. പാമ്പിന്റെ വായിലിരുന്ന് തവള ഇരതേടുന്ന പോലെ അത് തന്നെ കാലഘട്ടത്തിന്റെ ശാപവും. അവിടെ ഇരിപ്പുണ്ട്. കേളോണോ? ഓ, എങ്ങനെ അറിഞ്ഞു? അവൻ തന്നെ കവലയെ വന്ന് വലിയ വായി കാറിക്കൂവല്ലായിരുന്നോ? എന്നാലും ഞങ്ങളൊന്നും അറിയിക്കായിരുന്നു. ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ കേളോണ്ണ? ആ, നീ അവനെയും തല്ലി, അവൻ നിന്നെയും തല്ലി, തീർന്നു. ഇനി അപ്പുറത്തേന്ന് കിട്ടണ്ട. എന്തേ? തമ്പിയണം പറഞ്ഞതാ അതിന്റെ ശരി. അവൻ ചെയ്ത വൃത്തികേടിന് ഞാനൊരെണ്ണം കൊടുത്തു. അതിലൊരു തെറ്റും എനിക്ക് തോന്നിയില്ല. വേ പിടിച്ച പട്ടിയുടെ ചെവിയിൽ വേദം ഓതിയിട്ട് വല്ല കാര്യമുണ്ടോ? അവൻ എന്റെ അടുത്ത് ചെയ്തത് വെള്ളം കൂട്ടാത്ത പ്രതികാരോ, പതിയിരുന്നുള്ള ആക്രമണം. അത് ശരിയാണോ തമ്പിയണ്ണ? അങ്ങനെ ചോദിച്ചാ മോളെ നിക്കാഹൊക്കെ അടുത്തു വരെയല്ലേ? ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി? ആയിക്കൊണ്ടിരിക്കുന്നു. നിക്കാഹിന്റെ തീയതി കേളോണ്ണ മറന്നിട്ടില്ലല്ലോ. ഒന്നും മറക്കൂല.
ആ നീലപ്പോ വന്നടാ. ഇതാ ഇപ്പൊ വന്നതേ ഉള്ളൂ. ആ ആരാ തന്നെ കൊച്ചുമായിട്ട് വല്ല പ്രശ്നമുണ്ടോ? അതൊന്നുമല്ല. പിന്നെ? ഞാനേ പപ്പേട്ടനെ വീട്ടിലോട്ട് വിളിക്കാൻ വന്നതാ. ഏയ് അതൊന്നും ശരിയാവൂലടേ. എന്നാന്നറിയാമല്ലോ നിന്റെ പെണ്ണുമ്പിളൊക്കെ എന്നെ കാണുന്ന വേണ്ടി നോക്കാൻ എന്തൊക്കെ പോലെ. നീ അവക്കടെ സന്തോഷം നോക്കിയെന്ന് വെച്ചാൽ മതി. അങ്ങനെയല്ല പപ്പേട്ട, അവള് നിർബന്ധിച്ച് പറഞ്ഞിട്ടാ ഞാൻ വന്നേക്കുന്നത്. അവക്ക് നല്ല വിഷമമുണ്ട്. പിന്നെ മോളും കാത്തിരിക്കുക. ആണോ? ഈ എന്റെ കൊച്ച് എന്നാ നമുക്ക് പോടാ. ഞാനിതൊക്കെ ഒന്ന് മാറ്റട്ടെ. മോളെ കാണണം. കോളടിച്ചല്ലോ പപ്പേട്ട. എന്നാ ഇതുവഴി ബൈപ്പാസ് ഒക്കെ വരുന്നുണ്ടല്ലോ. ആ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു. ഇതിലൂടെ വെച്ചാ വരുന്നെന്നോ ആർക്കറിയാം. ഇതൊരു അടച്ചുറപ്പുള്ള വീടാക്കി എടുക്കണം പപ്പേട്ട. വേണം പിന്നെ നമുക്ക്